ലോകാസമസ്ത സൂനോ ഭവന്തു എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. എനിക്ക് ജന്മം നൽകി ഈ രാജ്യം, ഈ ഭാരതം വളരണം. ഇദ്ദേഹം ദേവസേനാപതിയാണ്, ദേവൻ്റെ രക്ഷകനാണ്. ഈ രാജ്യത്തിൻ്റെ രജിജിയോടുള്ള വിശ്വാസം കൂടി, മുരുക ഭഗവാനുള്ള വിശ്വാസം കൂടി, രാവിലെ എഴുന്നേറ്റ് ഓം ശരവണഭവായ നമഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടവാ മുരുക വേലായുധ കാപ്പാത്തുങ്കോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് മുഖം കാണിക്കുന്ന മന്ത്രിയായിട്ട് പ്രേംനസീറൻ എന്ന മഹാനടൻ്റെ കൂടെ ഒരു മന്ത്രിസഭയിൽ ഒരു ചെറിയൊരു വേഷം വെറുതെ അവിടെ ഇരിക്കുന്നതായിട്ട്. സർ, സല്യൂട്ട് ഭാരത്. സല്യൂട്ട്. ശ്രീ കൊല്ലം തുളസി, സാധാരണ ഇവിടെ വരുന്ന അതിഥികളെ ഒരു ഔപചാരികതയുടെ പേരിൽ ഒരു പരിചയപ്പെടുത്തൽ നടത്താറുണ്ട്. താങ്കളുടെ കാര്യത്തിൽ അത് ഞാൻ വേണ്ടാന്ന് വെക്കുകയാണ്. ഞാനൊരു ദുഷ്ടനാണ്, വില്ലനാണ്, അങ്ങനെയല്ല, ഒരിക്കലും അല്ല. താങ്കൾ ഈ LMRKയുടെ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ഈ കുടുംബാംഗങ്ങൾക്ക് സുപരിചിതനാണ്. താങ്കൾ ഇവിടെ വഹിക്കുന്ന സ്ഥാനം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു പരിചയപ്പെടുത്തി അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യേണ്ട എന്ന് വെക്കുന്നു. LMRK കുടുംബവുമായിട്ടും കൊല്ലം തുളസിയുമായിട്ടുള്ള ആ പേര് രണ്ടും കൂടി സിങ്കായി പോകുന്നുണ്ട്. എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് താങ്കളൊരു മറ്റൊരു മേഖല, ഇപ്പോൾ ഇതൊരു ആധ്യാത്മിക കൂട്ടായ്മയാണ്, ഭക്തി അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുമാണ്. ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് കൊല്ലം തുളസിയെപ്പോലെ ഒരാൾ, നമ്മൾ സാർ തന്നെ ആദ്യമേ പറഞ്ഞു കുറച്ച് വില്ലത്തരവും രൗദ്രഭാവമൊക്കെ ഉള്ളു. ഇത് പക്ക അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടക്കുന്ന മറ്റൊരു കൂട്ടായ്മ. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്? ഇതുവരെയുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അത് തികച്ചും ആകസ്മികമാണ്. ഞാൻ എൻ്റെ ട്രിവാൻഡ്രത്താണ് ഇപ്പം താമസിക്കും, കൊല്ലം തുളസി തിരുവനന്തപുരം PO. അപ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ചാലയിൽ മണി എന്ന് പറയുന്ന ഒരു സുഹൃത്ത്. അദ്ദേഹം ഒരിക്കൽ LMRKയുടെ ഈ നമ്മുടെ പളനിയിൽ നടന്ന ഒരു യാഗത്തിൽ പങ്കെടുത്തിട്ട് നമ്മുടെ ലീഡറുടെ ക്യാപ്റ്റൻ്റെ പിന്നെ ബുക്ക് വാങ്ങിക്കുണ്ടായി. യുഗപ്രവയ്ക്ക് മുമ്പ് എന്നുള്ള ബുക്ക് വായിച്ചു. അപ്പോൾ ഞങ്ങൾ മിക്കവാറും എല്ലാ ദിവസങ്ങളും കൂടുന്ന ഒരാളാണ്. ഒരു ചെറിയൊരു കൂടിക്കാഴ്ച ഉണ്ട് എല്ലാ ദിവസവും. ആ കൂട്ടത്തിൽ ആ ദിവസം അദ്ദേഹം, സാർ ഞാനിതുപോലെ പളനി പോയിരുന്നു, സാറിന് പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയെ ഞാൻ ഇന്ന് പരിചയപ്പെട്ടു. അത് വേറെ ആരുടെ, രജിത് കുമാർ, ലയൺ മുരുക റോയൽ കിങ്ഡത്തിൻ്റെ സ്ഥാപക നേതാവ്, മുരുകൻ്റെ ഏറ്റവും ഒരു ഉപാസകൻ, മുരുകൻ്റെ വെളിച്ചപ്പാട് കിട്ടിയ ഒരാൾ, മുരുകൻ അനുഗ്രഹം കിട്ടിയ ഒരാൾ. അതൊരു പുതിയ യുഗപ്പിറവിക്ക് മുമ്പിൽ എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്ക് ഞാൻ വായിച്ചു. ഞാൻ ആ ബുക്ക് സാറിന് തരാം, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, സാർ ആ ബുക്ക് വായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പം തന്നെ എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാനത് മറിച്ച് നോക്കിയപ്പോൾ ഒരു നല്ലൊരു വെയിറ്റുള്ള ഒരു ബുക്കാണ്. അപ്പം ആദ്യമേ ആധ്യാത്മികത ആയതുകൊണ്ട് ഒന്ന് മറിച്ച് നോക്കും, അവതാരിക ഒന്ന് നോക്കും, മറുപുറം ഒന്ന് നോക്കും. അതുപോലെ രജിത് കുമാർ ആരാണ്, ഇതൊന്നും എനിക്കറിയില്ല, ഒരു മുൻധാരണയുമില്ല. മുരുക ഭക്തനും ആയിരുന്നില്ല ഞാൻ, അതാണ് ഏറ്റവും വലിയ തമാശ. ബാക്കി എല്ലാ ദൈവങ്ങളും അനുചരന്മാരും എല്ലാം എൻ്റെ ഇതിലുണ്ട്, പക്ഷേ മുരുകൻ ഒരിക്കലും എൻ്റെ ഒരു ഉപാസനാമൂർത്തി ആയിരുന്നിട്ടില്ല. അച്ഛനും അമ്മയുണ്ട്, മറ്റേ അയ്യപ്പനുണ്ട്, ഗുരു, ഇങ്ങനെ. പക്ഷെ മുരുകൻ്റെ ഒരു ഭക്തി എനിക്ക് അതുവരെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വായിച്ചപ്പോൾ ഞാൻ അറിയാതെ ഒരു എനിക്ക് തോന്നി, ഈ ബുക്ക് ഞാൻ പെട്ടെന്ന് വായിച്ചു തീർത്തു. അപ്പോൾ എനിക്കൊരു തോന്നി, എനിക്ക് ഇദ്ദേഹത്തെ ഒന്ന് കാണണം. തൃശ്ശൂരാണ്, അദ്ദേഹത്തിൻ്റെ ചരിത്രവും പശ്ചാത്തലവും ഒക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമല്ലോ. ഈ യുഗത്തിൽ, ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരാളുണ്ടോ? അപ്പോൾ ഇത്തരം ഗുരുക്കന്മാരോട് ഞാൻ മാതാ അമൃതാനന്ദമ്മയുടെ ഡിവോട്ടിയാണ്. അവിടെ അമ്മയുടെ ഇന്ന് മന്ത്രമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ വളരെ വിശ്വസ്തനുമാണ്, വിശ്വാസിയുമാണ്. അമ്മയുടെ വിശ്വസ്തനും കൂടിയാണ്, ഞാൻ വിശ്വസ്തൻ എന്ന വാക്ക്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിൽ തൃശ്ശൂർ ഞാൻ ഏതോ കാര്യത്തിൽ വന്നപ്പോൾ ഞാൻ അനൂപിനെയൊക്കെ വിളിച്ചു, സെക്രട്ടറി അനൂപിനെയൊക്കെ വിളിച്ചു, എനിക്ക് രജിത് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അവരപ്പം തന്നെ എന്നെ കാറിൽ വന്ന് വിളിച്ചു. അന്ന് ഭാഗ്യത്തിന് രജിതിയുണ്ട്, ഇതിനെത്ര തിരക്കൊന്നില്ല. ഞാൻ അവിടെ ചെന്നു, എന്നെ സ്വീകരിച്ചു. എൻ്റെ ഭാവനയെല്ലാം മാറി. കാര്യം ഞാൻ ഇതേപോലെ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്താണ്, ഒരു ക്യാപ്റ്റൻ, ലീഡർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം കടന്നുപോയ മാർഗങ്ങൾ, വഴികൾ, എന്താണ് പ്രയാസമേറിയ പർവ്വതങ്ങളായാലും മലകളായാലും രാജ്യങ്ങളായാലും ഒരു പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ അദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ട് നയിച്ചുകൊണ്ട് പോയതും അതിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ അറിവുകളും ഉൾവിളികളും എല്ലാം കണ്ടപ്പോഴത്തേക്ക് എന്തോ ഒരു വല്ലാത്തൊരു മനുഷ്യൻ എന്നുള്ള രീതി കൂടെയാണ് ഞാൻ ചെന്നത്. അവിടെ ചെന്നപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ, സാധാരണ ചെറുപ്പക്കാരൻ. ഞാൻ അത്ഭുതപ്പെട്ട് എന്നെ വിളിച്ച് വീട്ടിലെത്തി. അന്ന് അമ്മയുണ്ടോ എന്നൊരു സംശയം വന്നു.
ഭാര്യയെ വിളിച്ച് പരിചയപ്പെട്ടു, മക്കളെയൊക്കെ പരിചയപ്പെട്ടു. അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് പൂജാമുറി കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം ഭഗവാൻ അറിയാമല്ലോ, ഭഗവാനോട് ഡിമാൻഡ് വെക്കേണ്ട കാര്യമില്ല, പ്രാർത്ഥിക്കണമെന്നോ അദ്ദേഹം എന്നെ പ്രാർത്ഥിച്ചു. അന്ന് തുടങ്ങിയ ബന്ധം ഇന്നിവിടെ ഒരു ഞാനങ്ങൊരു ഗാഠമായ ഒരു ഇപ്പോഴും എത്തിയിട്ടില്ല. പക്ഷേ എങ്കിലും മനസ്സിൽ ഇന്ന് മുരുകൻ എൻ്റെ മനസ്സിൽ മറ്റ് ദൈവങ്ങളുടെ സ്ഥാനത്തിനേക്കാൾ ഒരല്പം കൂടെ മുൻപാണെന്ന്, മറ്റ് ദൈവങ്ങൾ കോപിക്കുമോ എന്തോ, മുൻപിലായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക. അതിനുമുമ്പിൽ അവസാനം എൻ്റെ ഭവനത്തിൽ രജിത് ജി വന്നു, പൂജ നടത്തി. ഇപ്പോൾ അതിനുശേഷം ആ മുറിയിൽ ഞാനെന്നും ഒരു പൂജാമുറി അല്ലാതൊരു സ്ഥലത്ത് മുരുകൻ്റെ ഒരു പടം വെക്കുകയും വിളക്ക് കത്തിക്കുകയും ക്ഷണത്തിൽ കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് നേരം വെളുത്തെഴുന്നേറ്റ് വന്നാൽ അതിനകത്ത് നമുക്ക് പ്രാർത്ഥിച്ച് ഇട്ടാണ് പോകുന്ന ഒരു ദിനചര്യയായി എൻ്റെ ജീവിതം ഇപ്പോൾ ക്രമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് എല്ലന്മാർക്കെക്കുറിച്ചുള്ള എല്ലന്മാർക്കോടെ പിന്നെ ഗുരുവായൂർ, പിന്നെ നമ്മുടെ പളനിയിലെ 2 യാഗങ്ങൾക്ക് പങ്കെടുത്തു. ഗുരുവായൂർ നടന്ന മയൂരം പരിപാടികൾ പങ്കെടുത്തു. അവിടെയൊക്കെ ഞാൻ പറയുന്ന വാക്കുകളൊക്കെ പ്രസംഗിച്ചു. പ്രഭാഷണമെന്നോ സത്സംഗമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അവരുടെ അറിവിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു ആത്മബന്ധം, മുരുകയുഗത്തെക്കുറിച്ച് എന്താണ് മുരുകയുഗം. പിന്നെ എന്നെ ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തിയത് ഇദ്ദേഹത്തിൻ്റെ ഒരു മുരുകഭക്തൻ എന്നതിനേക്കാൾ ഉപരി ഇദ്ദേഹത്തിൻ്റെ ദേശീയ ബോധം, ദേശീയ താല്പര്യം, ദേശീയത, അത് മറ്റുള്ള ആചാര്യന്മാരിലും ഋഷിവര്യന്മാരിലും പലരും ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത, അറിയാത്ത ഒരു 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 മഹിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റൊരാരും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പഠിച്ച് നമ്മളും പറയും, ഞാനും അന്ന് വരെ എഴുന്നേറ്റാൽ ലോകാസമസ്ത സുഖിനോ ഭവന്തു, സർവേഷ സ്വസ്ഥിർഭവതു, സർവേഷ ശാന്തിർഭവതു, സർവേഷ മംഗളം ഭവതു, ഓം ശാന്തി, ഇതൊക്കെ പറയുന്ന ഒരാളാണ് രാവിലെ. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അതാണ് എനിക്ക് ലക്ഷ്യം. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നതിന് പകരം ഭാരതം സമസ്ത സുഖിനോ ഭവന്തു, അതാണ് എൻ്റെ മുദ്രാവാക്യം എന്ന് അദ്ദേഹം പറയുമ്പോഴുണ്ടായൊരു നമ്മുടെ ഒരു ആവേശമുണ്ട്. അതെന്നെ വല്ലാതെ ആകർഷിച്ചു. സാധാരണ പ്രഭാഷണങ്ങളൊന്നും അധികമായിട്ട് ഞാൻ കേൾക്കാൻ പോലെ വായിക്കും. പിന്നെ ഇപ്പോൾ യൂട്യൂബൊക്കെ വന്നപ്പോൾ ഒരു ആധ്യാത്മിക പുരാണ ഗ്രന്ഥങ്ങൾ കേൾക്കുകയും വായിക്കുകയും കഥകൾ വായിക്കും. അതിൽ കൂടെയൊക്കെ ഞാൻ പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോഴാണ് മുരുകൻ എന്ന് പറഞ്ഞ ആ ഒരു ദേവസേനാപതിയെക്കുറിച്ചും ആ ഒരു ദൈവ സങ്കല്പത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും എല്ലാം മനസ്സിലാക്കാനും അതിലേക്ക് കൂടുതൽ അടുക്കണമെന്നും, ഒരുപക്ഷെ മറ്റ് ദേവന്മാർക്കുള്ളതിനേക്കാൾ ചില തലങ്ങളിൽ ശക്തി കൂടിയതാണെന്നും, അനുഗ്രഹായുസ്സുകൾ നേടാനുള്ള ഒരു ശക്തി അദ്ദേഹത്തിന് കൂടുതലുണ്ടെന്നും എനിക്ക് തോന്നുന്നു. ഓരോ ദൈവങ്ങൾക്കും എല്ലാവർക്കും തുല്യം തന്നെ, നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് മാറുന്നേ ഉള്ളൂ. ഇപ്പം എനിക്ക് ഗുരുവായൂരപ്പനാണെങ്കിൽ വേറൊരാൾക്ക് അയ്യപ്പനാകാം, അയ്യപ്പനല്ലേ വേറെ. അപ്പം എല്ലാവരിലും തുല്യശക്തിയാണ്. പക്ഷേ എങ്കിലും ചിലപ്പെട്ട് നമ്മുടെ മക്കളിൽ 6 പേരുള്ളതിൽ 6 പേർക്കും ചെറിയേറ്റക്കുറിച്ച്, അതുപോലെ ഈ ദൈവശക്തികളെല്ലാം എത്തിച്ച് നോക്കുമ്പോൾ ഒന്ന് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ഇതെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് രജിത് ചില പ്രവചനങ്ങൾ പോലെ, പ്രവചനങ്ങൾ തന്നെയാണ്, പക്ഷേ പ്രവചനങ്ങൾ പറയാൻ അദ്ദേഹം ഒരു പക്ഷേ മഹർഷിയാണെന്നൊക്കെ അത് നമ്മൾ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം പലപ്പോഴും സംഭവിച്ചു ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഈ രജിത് ആ ഒരവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ നീങ്ങുന്നത്. ശരി. താങ്കളുടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ സിനിമാ കരിയറിൻ്റെ ഏറ്റവും അവസാന ആ ഒരു ഘട്ടത്തിലാണ്. കാര്യം താങ്കളിപ്പോൾ സജീവമായിട്ട് സിനിമകളിൽ ഇപ്പോൾ കാണുന്നുമില്ല. അപ്പോൾ ഒരു വിശ്രമ ജീവിതത്തിൽ ഒരു ഒഴിവ് സമയം എന്ന രീതിയിൽ ഈ ആധ്യാത്മിക അതിലേക്ക് വരികയാണോ, അതോ എന്തെങ്കിലും ഒരു നിമിത്തം വന്ന് ഇത് കൊള്ളാം, ഇത് എൻ്റെ ജീവിതചര്യയാക്കണം എന്ന്, ഒരു പുതിയ ജീവിത രീതി അവലംബിക്കണം എന്നൊക്കെ തോന്നുന്ന ഒരു പ്രത്യേക ഘട്ടമുണ്ട്, ആ ഒരു ഘട്ടത്തിലേക്കാണോ വന്നത്? എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്? അത് ഈ കാലപ്രയാണത്തിൽ നമ്മൾ ഓരോ സമയത്ത് ഓരോന്നും ഇങ്ങനെ വരാറുണ്ട്. ഒരു നദി ഒഴുകുമ്പോൾ നദി ചിലടത്ത് പോയി ഉടച്ച് കുറച്ച് നേരം കറങ്ങിയിട്ട് പോകും, അടുത്തടുത്ത് പോകും, വേറെ വലിയ ഒരു കുത്തൊഴുക്കിപ്പെടും, ഒരു വലിയ താഴ്ചയിലേക്ക് അവിടെ പെട്ടെന്ന് വീഴും, ചിലടത്ത് കയറി വീണ്ടും നിൽക്കും. എന്നതുപോലെ നമ്മുടെ ജീവിതം ചക്രമണമുണ്ട്. നമ്മളിങ്ങനെ മാറി ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പ്രായാധിക്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു, മരണത്തിലേക്ക് അടുക്കുകയാണെന്ന് പറയാം. അങ്ങനെയൊന്നും പറയരുത്. അല്ല, മരണത്തിലേക്ക്, എല്ലാ ജീവിതവും മരണത്തിലേക്കുള്ളൂ. ജീവിതം തന്നെ മരണത്തിലേക്കുള്ള യാത്ര. എൻ്റെ ഒരു കവിത തന്നെ ഉണ്ട്, മരണം തന്നെ ഒരു
ജനനം തന്നെ ഒരു മരണകാരണം, ജനിക്കുന്നത് തന്നെ മരണത്തിന് കാരണമാണ്. പക്ഷെ മരണത്തിലേക്കുള്ള യാത്രയാണ് എല്ലാവരും അത് തന്നെയാണല്ലോ. അപ്പോൾ ആ അതിന് സമയങ്ങളേ ഉള്ളൂ. സമയമാണ് പലർക്കും പല രീതിയിൽ നമ്മൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കൂടെ നമ്മളങ്ങ് എത്തിപ്പെടാൻ ഈ ആധ്യാത്മികത അങ്ങനെ വന്നുകൂടുന്നതൊന്നുമല്ല. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറയിൽ ജന്മാന്തരങ്ങൾ മുതലേ നമ്മൾ ഉണ്ടായിരിക്കണം. നമ്മുടെ പിതൃക്കൾക്ക്, നമ്മുടെ പൂർവികർക്കൊക്കെ അതിൻ്റെ ഒരു അംശം ഉണ്ടായിട്ട് അതെനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ അച്ഛന്, എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ അപ്പൂപ്പന്മാർക്കൊക്കെ ഈ ദൈവികം അതിൻ്റെ ചെറുപ്പകാലത്ത് ഇപ്പോൾ നമ്മുടെ പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഉണ്ണാൻ ആഹാരം കഴിക്കാൻ പറ്റുന്ന അതൊക്കെ ഇപ്പോഴും ഉണ്ട്. അമ്പലങ്ങളിൽ പോവുക, പ്രാർത്ഥിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി പത്രമായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഈ ആധ്യാത്മികയുടെ അംശം ഉണ്ടായിരുന്നത്. അതിപ്പോൾ വളർന്നു വലുതായി, ഇപ്പോൾ പ്രായമായപ്പോൾ മറ്റു പണിയും ജോലിയും വേലയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പുസ്തകങ്ങൾ വായിക്കാം, ആസ്വദിക്കാം. അതൊരു സുഖമുണ്ടെന്ന് എല്ലാ ഋഷിവര്യന്മാരും പറയുന്നത് നമ്മുടെ മനസ്സിൽ ഉണ്ട്. അപ്പോൾ അതിപ്പോൾ എനിക്ക് അനുഭവതലത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ തന്നെ ഒരു ഇടം അവിടെ കണ്ടുപിടിക്കുക. വേറൊരാൾ പറയുന്നത് നമുക്കൊരു അനുഭൂതി വരുന്നുണ്ട്. അത് എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. അത് വേറൊരാൾ പറഞ്ഞു കൊടുത്താൽ കിട്ടണമെന്ന് അവനവന് തോന്നണം. അപ്പോൾ ഭക്തിയും വിശ്വാസവും ആധ്യാത്മികതയൊക്കെ അവനവൻ്റെ ഉള്ളിൽ എപ്പോഴും വരണമെന്നില്ല. അത് വരുന്ന സമയത്തുണ്ട്. അവിടെ വെച്ച് അതിനെ വീണ്ടും വിചാരബോധത്തോടു കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ആ ഒരു യാത്രയിലാണ് ഞാനിപ്പോഴെന്നാണ് എനിക്ക് എന്നെക്കുറിച്ച് തന്നെ തോന്നുന്നത്. ഈ നമ്മൾ ഈ മേഖലയിലേക്ക് മാറുമ്പോൾ, ഇപ്പോൾ ആധ്യാത്മികം ആ രീതിയിലേക്കൊക്കെ മാറുമ്പോൾ മനുഷ്യൻ്റെ മുമ്പിൽ 2 ചോയ്സാണുള്ളത്. ഒന്നെങ്കിൽ എനിക്ക് ശാരീരികമായ സൗഖ്യം ഉണ്ടാകണം, അല്ലെങ്കിൽ ആന്തരികമായ സൗഖ്യം ഉണ്ടാകണം. താങ്കളുടെ അനുഭവത്തിൽ ഇപ്പോൾ ഏത് രീതിയിലുള്ള ഒരു അനുഭവമാണ് ഇപ്പോൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഈ എല്ലാവരും ആഗ്രഹിക്കുന്ന സുഖമാണ്, സുഖജീവിതമാണ്. ഈ സുഖം എങ്ങനെ കിട്ടും, എവിടെ കിട്ടും എന്നൊരു ചോദ്യമുണ്ട്. എല്ലാ സുഖങ്ങൾക്കും വേണ്ടി ഇന്ദ്രിയ സുഖങ്ങളാണല്ലോ എല്ലാം അനുഭവിക്കുന്നത്. ഈ ഇന്ദ്രിയ സുഖങ്ങൾ ഒരു ഇന്ദ്രിയ സുഖത്തിനല്ല വേറൊരു ഇന്ദ്രിയ സുഖം. മദ്യപിക്കുമ്പോൾ ചിലർ കിട്ടുന്ന അതിൻ്റെ ഒരു ഇന്ദ്രിയ സുഖമുണ്ട്. നല്ലൊരു ആഹാരം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇന്ദ്രിയ സുഖമുണ്ട്. നല്ലൊരു അടപ്രഥമൻ കുടിച്ചാലും ഇന്ദ്രിയ സുഖമുണ്ട്. ഒരു പാൽപ്പായസം കുടിച്ചാൽ വേറൊരു ഇന്ദ്രിയ സുഖമാണ്. ഇതിന് ഓരോന്നിനും ഓരോ സുഖങ്ങൾക്കും ഓരോ ഇന്ദ്രിയങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അതാ തിരിച്ചറിവുണ്ടാകും. അതുപോലെ എൻ്റെ ഇന്ദ്രിയ സുഖം ഏതിനാണെന്ന് എനിക്കിപ്പം തോന്നിയത് ഈ ആത്മീയതയിൽ നിന്ന് കിട്ടുന്നതാണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. അതെവിടുന്നും ഉണ്ടാകുന്നതല്ല, അനുഭവ തലത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിപ്പോൾ ഈ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം പറയുന്നു, വളരെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനായിട്ട് പറയുകയാണ്. ഈ വില്ലൻ വേഷങ്ങൾ എന്തിനാണ് ചെയ്തത്? വളരെ എന്താ പറയുക, വളരെ ഹൃദ്യമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ ഒരാൾ ഒരു സിനിമാ പശ്ചാത്തലത്തിൽ വില്ലൻ ഈ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുക എന്ന ഒരു രീതി ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു കൊല്ലം തുളസി അതിൻ്റെ ഒരു വലിയൊരു ഇരയാണെന്ന് തോന്നുന്നു. ഈ ഒരു പൊളിറ്റീഷ്യന്മാരുടെ ഇത്തിരി കുരുട്ട് ബുദ്ധിയൊക്കെ ഉള്ള പൊളിറ്റീഷ്യന്മാർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർ, അല്ലെങ്കിൽ ഒരു കൊടൂര വില്ലൻ. പക്ഷേ ഈ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കുട്ടിയുടെ ഒരു പരിവേഷത്തോടെ ഉള്ള ഒരു ആളിപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. എന്താ പറയുക? അതിന് ഒരു തമാശ രൂപയെക്കുറിച്ച് അതിന് മറുപടി പറയാം. അതായത് എനിക്ക് കൂടുതൽ ഞാൻ വേഷം ചെയ്യുന്ന രാഷ്ട്രീയക്കാരുടെ വേഷമാണ്. കുരുട്ട് ബുദ്ധികളുടെ കൈക്കൂലിക്കാരൻ, അഴിമതിക്കാരൻ, അസന്മാർഗിയായിട്ടുള്ള കപട രാഷ്ട്രീയക്കാരുടെ ഒരു വേഷമാണ് കൂടുതൽ. ഞാൻ 100 ചില്ലുവാനം മന്ത്രിവേഷം കിട്ടിയിട്ടുണ്ട്. 100 ചില്ലുവാനം അത്ഭുതമാണ്. എനിക്ക് ഗിന്നസ് ബുക്കിൻ്റെ പേര് വേണം. ഞാനൊരിക്കൽ പറഞ്ഞ് എന്നെ ഒരു മന്ത്രിയാക്കണമെന്നെങ്കിലും പറഞ്ഞു. കൂടുതലും ചെയ്ത ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആ രീതിയിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാം കുരുട്ട് ബുദ്ധി. കൈക്കൂലിക്കാരനും അഴിമതിനും അതിനെന്താ പ്രധാന കാര്യം? അത്തരം വേഷങ്ങൾ ഞാൻ വിജയിക്കുന്നുവെന്ന് നിങ്ങൾ വിലയിരുത്തുന്നത് ശരിയാണെങ്കിൽ അതിന് കാരണമുണ്ട്. എന്താ? എൻ്റെ മുഖത്തൊരു കള്ള ലുക്കുണ്ട്. എൻ്റെ മുഖത്തൊരു ഫ്രോഡ് ലുക്കുള്ളതിൻ്റെ പേരില്ല എനിക്ക് ഈ കള്ള രാഷ്ട്രീയക്കാരുടെ വേഷം കിട്ടുന്നത്. നല്ല മന്ത്രി വേഷം ഒന്നും എനിക്ക് തരാത്ത എന്താ? എൻ്റെ മുഖത്ത് അതില്ല. അന്നൊക്കെ എനിക്ക് വേഷം മാറി. ഇപ്പം എനിക്ക് സന്തോഷനാണ്. എൻ്റെ ഈ രൂപം കൊണ്ട്, ഈ ഒരു കള്ള മുഖം കൊണ്ട് ജനക്കെല്ലാം വേഷം കിട്ടുന്നല്ലോ. കഞ്ഞി പിടിക്കാനുള്ള അരി പിടിക്കാനുള്ള കാശ് കിട്ടുന്നുള്ളൂ. അത് മതി. അതുകൊണ്ട് അതിന് കാരണമൊന്നുമില്ല. പിന്നെ ടൈപ്പ് ചെയ്യപ്പെടുക എന്നുള്ളത് എനിക്ക് എൻ്റെ ഓർമ്മയില്ല. ഏതോ ഒരു ഡയലോഗ് ഉള്ളതുപോലെ എനിക്ക് ഞാൻ കണ്ടിട്ടുമില്ല അപ്പോഴും. അതിനകത്താണ് ഞാൻ ആദ്യം തല കാണിക്കുന്നത്. രണ്ടാമത് വേറൊരു കാക്കി വേഷമൊക്കെ കിട്ടുന്നു, SI ആയിട്ട്. മോഹൻലാലിൻ്റെ യുവജനോത്സവം എന്നൊരു പടത്തിൽ. ഇതൊക്കെ ആകസ്മികമായിട്ട് പെട്ടുപെടുന്നതാണ്. അപ്പോൾ കാക്കി വേഷം കിട്ടി.
കതർ വേഷം കിട്ടി. പിന്നെ അതിൻ്റെ ഒരു പരമ്പര ടൈപ്പ് ചെയ്യപ്പെടും. കൊല്ലം തുളസി വിളിയും. ഇതിനകത്തൊരു ഷ്രൂഡ് മന്ത്രിയുണ്ട്, ഡയലോഗ് ഇടാതെ കൊല്ലം തുളസി വിളിയും. ഇതിനകത്തൊരു വൃത്തികെട്ട ഒരു പോലീസ് കൊല്ലം തുളസി വിളിയും. അപ്പോൾ എന്നെ അങ്ങനെ ആക്കി ടൈപ്പ് ചെയ്തു. എനിക്ക് നല്ല വേഷങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ആളുകൾ എൻ്റെ മുഖം സ്ക്രീനിൽ കണ്ടാൽ പറയുമ്പോൾ ഏതാണ്ട് കുരുട്ടുകുത്തിയായിട്ട് വരിക എന്ന് പറയും. ഉറപ്പിച്ചു. അപ്പോൾ ഞാൻ നല്ല വേഷം കിട്ടിയാലും ആൾക്ക് പിടിക്കത്തില്ല. ഞാൻ നല്ല വേഷം അഭിനയിച്ച് എനിക്ക് അറിയെങ്കിൽ അഭിനയിക്കണമെന്ന് വലിയ ആഗ്രഹം. നല്ലൊരു അച്ഛൻ, നല്ലൊരു അമ്മാവൻ, നല്ലൊരു അപ്പൂപ്പൻ, നല്ലൊരു ജ്യേഷ്ഠ സഹോദരൻ, വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ആരെങ്കിലും തരണ്ടേ? എൻ്റെ അച്ഛനല്ലോ പടം എടുക്കുന്നത്. അപ്പോൾ അത് കാരണം അങ്ങനെ ടൈപ്പ് ചെയ്യപ്പെട്ട ഒരു പാപ്താനാണ് ഞാൻ. നമ്മുടെ സബ്ജക്റ്റ് ഇന്ന് ചെറുതായിട്ടൊന്ന് തെന്നി മാറി. ഇപ്പോൾ നമ്മൾ എൽഎംആർകെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എൽഎംആർകെ ഇപ്പോൾ പുതിയൊരു സംരംഭമായിട്ട് ഇപ്പോൾ വന്നേക്കാണ്. ഇപ്പോൾ സല്യൂട്ട് ഭാരതിൻ്റെ സ്റ്റുഡിയോയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് തന്നെ. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ആധ്യാത്മിക പ്രസ്ഥാനം, ഒരു ന്യൂസ് ബേസ്ഡ് ഒരു ചാനലുമായിട്ട് മുമ്പോട്ട് വരുമ്പോൾ, ഇപ്പോൾ ഇത്രയും കാലം സിനിമാ രംഗത്ത് പ്രവർത്തന പരിചയം, കുറച്ചു കാലം പൊതുരംഗത്തും പ്രവർത്തന പരിചയമുള്ള താങ്കൾക്ക് എന്ത് നിർദ്ദേശമാണ് തരാനുള്ളത്? നമ്മുടെ ഈ ഒരു രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ? അല്ല, അത് നമ്മളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സമന്വയിപ്പിക്കുന്നതിനും സ്വരൂപിക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് ഇതിൻ്റെ ഉപജ്ഞാതാവുണ്ട്. ഇതിൻ്റെ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റേ ദശകത്തിൽ, മറ്റേ ദൈവദശകം, ക്ഷമിക്കണം, ദൈവദശകത്തിൽ പറഞ്ഞില്ലേ, നീ തന്നെ സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രി നീയല്ലേ, സർവ്വവും നീയല്ലേ. അപ്പൊ രജിത്തിക്ക് മൃഗഭഗവാന്റെ അനുഗ്രഹം ഉള്ളിലുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം ഏതെല്ലാം വഴി കൂടി ഇത് കൊണ്ടുപോയാൽ എവിടെ വരെ എത്തുന്നു. അതുകൊണ്ട് എനിക്ക് ഈ ചാനല് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഒരു കാരണവസ്ഥാനം എനിക്ക് ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഇതൊരു നമ്പർ 1 സോഷ്യൽ മീഡിയ നമ്പർ 1 ചാനൽ ആകെ തീരും. കാര്യം നമ്മുടെ ലക്ഷ്യം സുതാര്യമാണ്.